ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു റോസാപ്പൂ ആണ് കേട്ടാ. റോസാപ്പൂ ഇല്ലാണ്ട് എന്ത് വാലന്റൈൻസ് ഡേ അല്ലേ. നമുക്ക് കുറച്ച് റോസ് പെറ്റൽസ് ആവശ്യമുണ്ട്. അതിനായി ഒരു റെഡ് കളർ പേപ്പർ 10 സെന്റിമീറ്ററിൽ 3 കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് അതിനത് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്തതിന് നിവർത്തുമ്പോൾ ഈ കൂടി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പെറ്റൽ എടുത്തിട്ട് അതിന്റെ നടുവിൽ ഒരു കട്ട് കൊടുത്തിട്ട് ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി പെറ്റലിന് കുറച്ച് വളവ് വരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് വളച്ചു കൊടുക്കുക. ഞാനിവിടെ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി എടുക്കുക, അതിലൊരു ഗ്രീൻ കളർ പേപ്പർ ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പെറ്റൽസ് ഒക്കെ ഒന്ന് ഇതിൽ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി കേട്ടാ. ഒന്നിന്റെ മുകളിൽ ഓരോന്നായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എനിക്ക് ഒരുപാട് വിരിഞ്ഞ റോസിനെയും കാട്ടി ഇഷ്ടം കുറച്ച് മാത്രം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കൂലേ, അതാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ തന്നെ കിട്ടിയതാണ് എൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് റോസിന് താഴത്ത് വെക്കാനായിട്ട് ഇതുപോലെ ഒരു സംഭവം വേണം കേട്ടോ. അത് വെട്ടിയെടുത്തിട്ട് ഒന്ന് നടുവിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് റോസിന്റെ സ്റ്റെമ്പിന്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഗം അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.